ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ പത്തരമാറ്റ് കിഡിലൻ പ്രൊമോ കൂട്ടുകാർ ഒരു രക്ഷയില്ലാട്ടോ. നമ്മുടെ ഡീല് അത് മൂർത്തീസ് ജ്വല്ലറിക്ക് കിട്ടുകയാണ്. ഈ ഒരു രംഗങ്ങൾ കണ്ടിട്ട് അതായത് അനി എല്ലാവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ടാട്ടോ ഈ ഡീലിന് വേണ്ടി പോകുന്നത്. ആദർശനെയും നയനയും കണ്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. മുത്തശ്ശൻ മുത്തശ്ശി ഇവരുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂർ കമ്പനിക്കാര് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഈ ഡീല് കൊടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ഡേവിഡും അബിയും ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. ശേഷം നമ്മുടെ നാഗേന്ദ്രൻ ഈ വാർത്ത അറിഞ്ഞിട്ട് ഫോണിലൂടെ അറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക തകർന്നടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ദൈവമേ, അത് പോയോ എന്നുള്ള രീതിയിൽ. അപ്പൊ സ്വന്തം മകന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് സ്വന്തം അപ്പൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്, അല്ലെ കൂട്ടുകാർ? എന്തായാലും പിന്നീട് നമ്മുടെ അബിയെ കാണുന്നൊരു രംഗം കൂടിയുണ്ട് നമ്മുടെ നാഗേന്ദ്രൻ. അപ്പൊ എന്തായാലും അബിക്ക് വയറ് നിറച്ച് കണക്കിന് കിട്ടും, അല്ലെ? അപ്പൊ നവ്യ അപ്പുറത്ത് പറയുന്നുണ്ട്, എടാ ഇനി മുതൽ നിന്റെ പതനായിരിക്കോടാ എന്നും പറഞ്ഞ് നമ്മുടെ സ്വന്തം ഭർത്താവ് അബിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ കാഴ്ച എന്താന്ന് വെച്ചാൽ നമ്മുടെ നയന ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മുത്തശ്ശന്റെ മെസ്സേജാണ് നയനയ്ക്ക് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, മോള് കുടുംബക്ഷേത്രത്തിൽ വരണം, അതും ആദർശനോട് പറയരുത് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ നയനയ്ക്ക് എന്തോ ഒരു മനസ്സിലൊക്കെ ഒരു സന്തോഷം തോന്നി. മുത്തശ്ശനോട് തങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ മുത്തശ്ശൻ എന്തോ മനസ്സിൽ കണക്ക് കൂടിയിട്ടാണ് ഈ ഒരു ദേഷ്യമൊക്കെ അഭിനയിക്കുന്നത് എന്ന് നമ്മുടെ നയനയ്ക്ക് മനസ്സിലാകും കേട്ടോ. എന്തായാലും കാത്തിരുന്ന് എന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.